നമസ്കാരം, അമൃതാണ്. ഇതൊരു ചെറിയൊരു ടിയർ ഡൗൺ വീഡിയോ ആണ്. ടിയർ ഡൗൺ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു. എൻ്റെ Mi Band 4 എന്തായാലും കംപ്ലൈന്റ് ആയി. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് ടിയർ ഡൗൺ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് അത് പൊട്ടിപ്പോയി. അപ്പോൾ എന്തായാലും ഇത് സിമ്പിളാണ്. ഇതിൻ്റെ മുകളിലത്തെ ഈ ഒരു ഫ്രെയിം നമുക്ക് ഇതുപോലെ ഞാൻ സ്ലൈഡ് ചെയ്ത് പൊക്കി അങ്ങ് എടുക്കാം. പൊക്കി എടുത്തിട്ട് ഇതിലൊരു ചെറിയ കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് അങ്ങ് ഊരി എടുത്തു കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ടിയർ ഡൗൺ ആയി. അപ്പോൾ ഈ ഡിസ്പ്ലേ മാത്രമായിട്ട് വാങ്ങിക്കാൻ കിട്ടുമെന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് ഇതൊന്ന് ഫിക്സ് ചെയ്ത് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഈ ഡിസ്പ്ലേ മാത്രമായിട്ട് അവർ തരുന്നില്ല, ഇത് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇത് പെർമനൻ്റ് ആയിട്ട് ഡാമേജ് ആയി കഴിഞ്ഞു. ഇത് ശരിക്കും ഈ ഒരു ഡിസ്പ്ലേ മാറിക്കഴിഞ്ഞാൽ ഇതിന് വേറെ ഇതിൻ്റെ കോമ്പണൻസിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അതിലെനിക്ക് ചെറിയ നിരാശയുണ്ട്. ഇപ്പോൾ ഇത് വെറും 2000 രൂപ വിലയുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ടായിരിക്കും ഷവോമി ഇതിനുള്ള സപ്പോർട്ടൊന്നും കൊടുക്കാത്തത്. ഇതിൻ്റെ ഡിസ്പ്ലേ ഒന്നും മാറുക അങ്ങനെയൊക്കെ ഉള്ളൊരു സപ്പോർട്ട് കൊടുക്കാത്ത. പക്ഷേ ഇത് ഡിസ്പ്ലേ മാറി കിട്ടുമെന്നുണ്ടെങ്കിൽ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് വെർത്തായിട്ട് എനിക്ക് ഇനിയും കുറച്ച് നാളും കൂടെ യൂസ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അത് ഷവോമി പോലുള്ള കമ്പനിയിൽ നിന്നുള്ള ഒരു ചെറിയ വീഴ്ച പോലെ എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇത് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഫിക്സ് ചെയ്യാൻ കഴിയാത്തതിലുള്ളൊരു നിരാശ കൂടി ഈ ഒരു വീഡിയോടൊപ്പം ഷെയർ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും ഈ ഒരു Mi Band 6-ന് എന്തെങ്കിലും ഇതുപോലുള്ള ഇഷ്യൂസ് വരുമെന്നുണ്ടെങ്കിൽ ഈ ഡിസ്പ്ലേ പോലുള്ള ഇഷ്യൂ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം മറ്റേ ഡിസ്പ്ലേ ഞാൻ അത്യാവശ്യം റഫായിട്ടൊക്കെ യൂസ് ചെയ്തതാണ്. ഡിസ്പ്ലേക്ക് വേറെ ഇഷ്യൂസ് ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇത് വളരെ യാദൃശ്യമായിട്ട് ഒന്ന് തറയിൽ വീണു. ഇത് ഈ ബാൻഡിൽ ഇളകി തറയിൽ വീണപ്പോഴാണ് ഇത് അവസാനമായിട്ട് ഇതിൻ്റെ ജീവൻ നിലച്ചത്. പക്ഷേ ഇതിപ്പോഴും നന്നായിട്ട് വർക്ക് ചെയ്യുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നിരാശ തോന്നിയത്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ ഞാൻ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച Mi Band 6 ആണ്. അതിൻ്റെ ഒരു അൺബോക്സിങ് ആൻഡ് റിവ്യൂ വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കാണാം. അപ്പോൾ ഇതിനും എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നുണ്ടെങ്കിൽ അത് 1 വർഷത്തിനകത്ത് തന്നെ സംഭവിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം 1 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ റീപ്ലേസ് ചെയ്ത് തരത്തില്ല. 1 വർഷത്തിനകത്താണ് എന്ത് പ്രശ്നം വരുന്നതെങ്കിലും ഇത് റീപ്ലേസ് ചെയ്ത് തരും എന്നുള്ളതാണ് സർവീസ് സെൻറ്ററിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതായത് നമ്മൾ ഫിസിക്കൽ ഡാമേജ് വരുത്താതെ എന്തെങ്കിലും ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർ റീപ്ലേസ് ചെയ്ത് തരും എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള ടിയർ ഡൗൺ വീഡിയോസൊക്കെ ആളുകൾ വളരെ ക്യൂരിയോസിറ്റിയോട് കൂടിയാണ് കാണുന്നത്. അപ്പോൾ എനിക്കും ഞാൻ പല വീഡിയോസും യൂട്യൂബിൽ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഫീൽ ചെയ്തത്. അതൊരു തരത്തിലുള്ളൊരു സൈക്കിക് അഫിനിറ്റി ആയിരിക്കണം. കാരണം ഇതിനകത്ത് എന്താണ് എന്നുള്ള അറിയാനുള്ള ഒരു ആകാംക്ഷയായിരിക്കാം ഇത്തരത്തിലുള്ള വീഡിയോസിനൊക്കെ ഭയങ്കര ഒരു വാല്യൂ ഉണ്ടാവുന്നു യൂട്യൂബിൽ. അപ്പം ഞാനിപ്പോൾ അതുകൊണ്ടല്ല ഇത് ചെയ്തത്. എനിക്കിത് വേറെ നിവൃത്തിയൊന്നുമില്ല. ഇതിന് കളയാൻ മാത്രമേ, ഇത്രയും ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു സാധനം ഇനി കളയാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒന്ന് ടിയർ ഡൗൺ ചെയ്ത് ഇങ്ങനൊരു ചെറിയ വീഡിയോ ഉണ്ടാക്കിയത്. അപ്പോൾ എന്തായാലും മറ്റൊരു ട്രൈബർ വിശേഷമായിട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലിസ്ഫുൾ സ്റ്റോറി ആയിട്ടോ ഒക്കെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.